ഷഫീദ്, എത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളാണ് ഇയാൾ ചെയ്തത് എന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പുറത്ത് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കൽ കൂടി എന്തൊക്കെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് ഇതിൽ? ഈ വർഷം ഉണ്ടായത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് തൊട്ട് മുൻപും ഒക്കെ ഇയാൾ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന പ്രചാരണത്തെ നേരിടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത്. ഉറപ്പായിട്ടും, കാരണം ഈ FIR ഒരു ചെറിയ FIR ആണ്, നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ FIR എടുത്ത സമയമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആ FIR നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന FIRന്റെ പകർപ്പിന്റെ മുകൾ ഭാഗത്തുണ്ട്. അതായത് വലിയമല പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 28/11/2025, അതായത് ഇന്ന് പുലർച്ചെ 3:13 അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4:40 കൂടിയാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ചേംബറിൽ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത്. നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന പരാതി ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നൽകുകയും 8 മിനിറ്റിലധികം അവർ നടപ്പിലാക്കുന്നതിന് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് കേരളത്തിൽ നടപ്പിലാക്കിയ ഗവൺമെൻറ് നടപടി വീണ്ടും BJPയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായിട്ട് കേരളം മാറിയെന്നുള്ളതിന് തെളിവാണ്. നമ്മൾ PM ശ്രീ പദ്ധതിയിൽ അത് കണ്ടു. കേന്ദ്രത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരള സർക്കാർ, പ്രത്യേകിച്ച് CPM നേതാക്കൾ. PM ശ്രീ വിവാദമായി CPI ഇടപെട്ടു, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇടപെട്ടു. അപ്പോൾ കത്തയക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിവരവും ആർക്കുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇച്ഛക്കനുസരിച്ചാണ് PM ശ്രീയിൽ സർക്കാർ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ലേബർ കോഡ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഷഫീദ് റാവുത്തർ തുടരും. നമ്മൾ പറഞ്ഞത് ഈ കേസിന്റെ ഗൗരവമായിരുന്നു. അതായത് ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങിയ ശേഷം ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. ശേഷം ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി വഴി തിരുവനന്തപുരം റൂറൽ SP ഓഫീസിലേക്ക് എത്തുന്നു. ഒരു മണിക്കൂർ കഴിയും മുൻപ് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരം റൂറൽ SP ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തുന്നു. നമ്മൾ അറിയുന്നത് വെച്ച് അത് റൂറൽ SP ഓഫീസ് ആയിരുന്നില്ല, നഗരപരിധിയിലെ മറ്റൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. അവിടെ വെച്ച് ഇവരുടെ മൊഴി 5.5 മണിക്കൂർ രേഖപ്പെടുത്തുന്നു. 20 പേജോളമുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ശേഷം ഈ FIR പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം 28/11/2025 3:13, അതായത് ഇന്ന് പുലർച്ചെ 3:13 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. രാവിലെ 10:30 മുൻപ് ലുക്കൌട്ടിനായി ബ്യൂറോ ഓഫ് എമിഗ്രേഷന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കത്തയക്കുന്നു. എയർപോർട്ടുകളിൽ രാഹുലിന്റെ വിദേശയാത്ര തടഞ്ഞ ലുക്കൌട്ട് നോട്ടീസുകൾ പോലീസിന്റെ ഭാഗമായി പോകുന്നു. അപ്പോൾ തന്നെ ഈ കേസിന്റെ ഗൗരവം നമുക്ക് പരിശോധിക്കാൻ കഴിയും. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രീയ പ്രേരണകൾ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഒരു മൊഴിയെന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. കാരണം ആ പെൺകുട്ടി സമയം, ദിവസം, എവിടെയാണ് ഇത് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉറപ്പിക്കുന്നുണ്ട്, കൃത്യമായി ആ വിവരങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ എവിഡൻസുകൾ, അവരുടെ കോൾ രേഖകൾ, അതേപോലെ വാട്സപ്പ് സന്ദേശങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, അവർ സുഹൃത്തുക്കളുമായി സംസാരിച്ചതിൻ്റെ ഓഡിയോ റെക്കോർഡുകൾ, അങ്ങനെ ഡിജിറ്റൽ എവിഡൻസിൻ്റെ ഒരു വലിയ കാര്യങ്ങൾ അത് ഈ അന്വേഷണ സംഘത്തിന്, ഈ പോലീസ് സംഘത്തിന് ഇതിനോടകം തന്നെ ആ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. നെയ്യാറ്റിൻകര കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പോലീസ് സംഘം അല്ലെങ്കിൽ പോലീസ് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇനി ഈ FIRന്റെ വിവരങ്ങളിലേക്ക് ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ ഈ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ 2025 മാർച്ച് 4-ാം തീയതി തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ കാര്യം. 2025 മാർച്ച് 17-ന് ഈ അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് സമ്മതം കൂടാതെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി. അതിനുശേഷം നിരന്തരം ഈ ദൃശ്യങ്ങൾ, അതായത് ഇവരുടെ ബന്ധം പുറത്തു പറഞ്ഞാൽ ഈ ദൃശ്യം പുറത്തുവിടും, ഇത് വെച്ചുള്ള ഭീഷണിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യം അത് ഈ FIRൽ പറയുന്നുണ്ട്. ഈ ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കുറ്റകരമായ ഭയപ്പെടുത്തൽ നടത്തിയെന്നുള്ള കാര്യം അത് പറയുന്നുണ്ട്. അത് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, അത് വിശ്വാസ ലംഘനമാണ്, വിശ്വാസ വഞ്ചനയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ വകുപ്പുകൾ ഈ FIRലടക്കം ചുമത്തിയിട്ടുണ്ട്. ആ FIRന്റെ പകർപ്പ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പകർപ്പിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഏതൊക്കെ വകുപ്പുകൾ, BNSലെ ഏതൊക്കെ വകുപ്പുകൾ എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.